വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്ക് കുറച്ച് ഗീ റൈസ് വെച്ചെടുത്താലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ കുറച്ച് സവാള, പട്ട, കറാമ്പ്, ഒരു ബേ ലീഫ്, കുറച്ച് ഏലക്കായി, കുറച്ച് മുന്തിരി. ഇതൊക്കെ ഒന്ന് വാടിയാൽ മതി. അധികം ചോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ റൈസ് പിന്നെന്താ പറയുക, കേട്ട് വെക്കും. ഞാൻ വറുത്ത് വെക്കുന്നതാണ്. ഈ ഉള്ളി നമുക്ക് അരി വറുത്ത് വെക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ തലശ്ശേരിയിലാണ് അധികം വറുത്ത് വെക്കുക. നമുക്ക് ഇത് മൂത്ത് വന്നിട്ടുണ്ട്. അരിയിലേക്ക് കൊടുക്കാം. ഇത് 1.5 കപ്പ് കയമ അരിയുണ്ട്. കയമ റോസ് എന്ന് ഇതിന് നല്ല മണമൊക്കെ ഉള്ള അരിയാണ്. ആവശ്യം പോലെ ഇട്ടാൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു വെച്ചിട്ടുള്ളൂ. നെയ്യ് കൂടുതൽ ഒഴിക്കേണ്ടത് ഒഴിച്ചു കൊടുക്കട്ടെ. അത് മതി. 1.5 കപ്പ് അരിയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. പക്ഷെ നെയ്യ് ഇതൊന്ന് വറന്ന് വരണം. എന്നിട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അരിയൊക്കെ മരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്ക് വറുക്കുന്ന അത്ര വറക്കൊന്നും വേണ്ട. ഇതാണ് ചെറിയ അരി, കൈമ വരിന്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിക്കാവുള്ളൂ. വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റ് ഇതേമാതിരി ഇട്ട് കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഉപ്പിട്ട് കൊടുത്താണ് മൂടിക്കൊടുക്കുക. വെന്ത് വരട്ടെ. നെയ്ച്ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒന്ന് നന്നായി ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ വേഗം നന്നായി വെന്ത് വരും. തീ കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം നന്നായി ഒന്ന് അമർത്തി വെച്ച് കൊടുത്താൽ ആ ദമ്മിൽ കിടന്ന് പോകും. നല്ലോണം സിമ്മിൽ വെച്ച് കൊടുക്കണം. തീ നല്ല ചോറായിട്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ വെച്ച് തരില്ല. നെയ്ച്ചോറല്ല, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നെയ്ച്ചോറ് പരിപ്പ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ സ്റ്റൂ. ഓക്കെ, നമുക്കൊരു പാത്രത്തിൽ ഇതുപോലെ ഒന്ന് നെയ്ച്ചോറ് വെച്ച് നോക്കിയാട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ബിരിയാണീൻ്റെ അത്ര വറക്കേണ്ട ആവശ്യമില്ല നെയ്ച്ചോറ്. അതുപോലെ വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. വെള്ളമൊക്കെ കണക്കാക്കി ഒഴിച്ചു കൊടുക്കണേ. ഇതാകുമ്പോൾ ഇങ്ങനെ തമ്മിൽ തൊട്ടിട്ടുണ്ടാവില്ല. ചോറ് തരാം. നല്ല ടേസ്റ്റുള്ള നെയ്ച്ചോറ് വയ്ക്കുക. ഇതുപോലെ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ട് ലൈക്ക് ചെയ്യും വേണം, ഷെയർ ചെയ്യും വേണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യും വേണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ഇങ്ങനെ വെച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും ടേസ്റ്റ് ഇല്ല എന്ന് ആരും പറയില്ല. ഓക്കെ, ബൈ.